about Jesus. യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ God crucified, set back. അവന്റെ ജീവിതത്തിൽ ഒരു ക്രൂശീകരണം നമുക്ക് കാണാം. But his resurrection was a setup so you and I could face salvation. ഹല്ലേലൂയ. അവന്റെ ഉയർപ്പ് മുഖാന്തരമാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. See, we see life through a glass. നോക്കുക, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് we see life through a glass. ഒരു ഗ്ലാസിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ the scripture says God sees and knows all. എന്നാൽ ദൈവം അതിനെ എല്ലാറ്റിലും ഒരുപോലെ കാണുകയാണ്. You don't have to understand everything that happens in your life to believe in something. നിന്റെ ജീവിതത്തിലെ എല്ലാ വിഷയവും അറിഞ്ഞ ശേഷം മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് നീ ശഠിക്കരുത്. You don't have to understand what goes on through your life to understand God is still working your situation. ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക, എല്ലാ സാഹചര്യങ്ങളിലും ദൈവം എന്റെ കൂടെയുണ്ട്. Let me give you one more example. മറ്റൊരു ഉദാഹരണം പറയട്ടെ. Let's take a worm named Wormy. വർണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തി, കൃമി. Let's take a worm and we'll name it Wormy. വർണ്ണി എന്ന് പറയുന്ന ഒരു കൃമി. Okay? I'm going to teach worm mathematics. ഞാൻ കണക്ക് പഠിപ്പിക്കുകയാണ്. 1 plus 1 is equal to 2. 1 അധികം 1 സമം 2. Okay? The worm does not understand that. എന്നാൽ ഒരാൾക്ക് അത് മനസ്സിലാകുന്നില്ല. Okay, so I will take 1 plus 1 and I'm going to show the worm 1 plus 1 is equal to 2. രണ്ട് സാധനങ്ങൾ എടുത്ത് 1 അധികം 1 2 എന്ന് ഞാൻ തെളിയിക്കുന്നു. The worm doesn't understand because the worm is what? A worm. ഒരു ആയതുകൊണ്ട് അതിനെ ഒന്നും മനസ്സിലാകുന്നില്ല. Okay, let's bring another character into this example. മറ്റൊരു വ്യക്തിയെ ഈ ഉദാഹരണത്തോട് ഘടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Let's bring God, because we all believe in God. Let's bring God into the example. ദൈവത്തെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. There is a worm. മറ്റൊരു ഇരിക്കുന്നു, ഒരു ക്രമീകരിക്കുന്നു. There is me. അവിടെ ഞാനുണ്ട്. And then there is God. അവിടെ ദൈവമുണ്ട്. My understanding is as close as to a worm that I am to God. ഈ കൃമിയേക്കാൾ എനിക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് അത് കൂടുതലായിരിക്കുകയാണ്. Now I am more of an understanding. I'm closer to an understanding to the worm than to God. ഈ കൃമിയോട് ഉള്ള കൃമിയെ ഞാൻ മനസ്സിലാക്കുന്ന അത്രയ്ക്ക് എനിക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Right, because we may not see everything and understand everything, but God knows it all. ദൈവം അറിയുന്നത് പോലെ എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കാതെ പോകുന്നു. Somebody read verse 6. 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. You know, that is one of the most disgusting thing I've ever read. ഞാൻ വായിച്ചതിൽ വെച്ച് വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് വായിച്ചത്. He spits in his hand and he rubs it in his eyes. Imagine doing that in today's church. ഇന്നത്തെ സഭയിൽ ഇങ്ങനെ തുപ്പി മുഖത്ത് തേക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? Next thing we'll have general body committee meeting and somebody is out. ഇവിടെ ജനറൽ ബോഡി കമ്മിറ്റി മീറ്റിംഗ് പിന്നെ വലിയ പ്രശ്നങ്ങളായി. Not in this church, I'm talking about somebody else. ഈ സഭയിലല്ല മറ്റു സഭകളെ കുറിച്ച്. Everybody says that, right? It's always somebody else. എല്ലാവരും പറയും വേറെ സഭയിലാണ്. Imagine God doing something really weird. വളരെ പ്രായോഗികമായ ഒരു കാര്യം കർത്താവ് ഇവിടെ ചെയ്യുന്നു. Verse 7 says he went to Shiloh and he was told to wash himself. ഒരു കുളത്തിൽ പോയി കഴുകുവാൻ അവനോട് ആവശ്യപ്പെടുന്നു. And then you read after he washed himself, he went straight to his parents. അവനെ കഴുകിയ ശേഷം അവന്റെ മാതാപിതാക്കളെ അവൻ കാണുന്നു. He said, Dad and Mom, I can see. എന്റെ മമ്മി ഞാൻ കാണുന്നു. And read verse 8, 9 and 10 real quick. 8, 9 വാക്യങ്ങളോട് വായിച്ചാട്ടെ. You know, there are so many nosy people in here. വളരെ ശബ്ദമുണ്ടാക്കുന്ന മറ്റു പലതും പറയുന്ന ആളുകളെ നമുക്ക് കാണാം. Even in the Bible back in the days, the neighbors were so nosy. അയൽക്കാർ അങ്ങനെ സംസാരിക്കുമായിരുന്നു. Everybody wanted to know who is this man. ഈ മനുഷ്യൻ ആരാണെന്ന് എല്ലാവരും സംസാരിക്കും. He was a beggar and he couldn't see. കണ്ണ് കാണാൻ കഴിയാത്തൊരു യാചകനായിരുന്നില്ല ഈ മനുഷ്യൻ. Let me explain something to you real quick. വേഗത്തിൽ ഞാനത് വിശദീകരിക്കട്ടെ. He couldn't understand, the neighbors couldn't understand the miracle because they didn't experience God
14. 13-14 വാക്യങ്ങളുടെ ദുഷ്ടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവരെ കണ്ണു തുറന്ന് ശബ്ബത്തുനാളിലായിരുന്നു. Read verse 52, please. അവർക്ക് കാഴ്ച കാണുക എങ്ങനെയെന്ന് പരീശന്മാരും അവരോട് ചോദിച്ചു. See, here's the climax of this. ഇവിടെ ഇതിന്റെ പാരിമ്യത്തിലേക്ക് വരുന്നു. One, they brought him to the Pharisees. ആ പരീശന്മാരിലേക്ക് അവനെ കൊണ്ടുവന്നു. When they brought him to the Pharisees, they were like, who healed him? അവർ ചോദിച്ചു, ഇവനെ സൗഖ്യമാക്കിയത് ആരാണ്? Number two, it happened